അറ്റ്ലസ് ഇന്റീരിയേഴ്സ് ആൻഡ് കിച്ചന്റെ റീസെന്റ് കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്ട് സൈറ്റിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ട്രിവാൻഡ്രം പേട്ടയിലുള്ള ഹെദർ ഹോംസിന്റെ എൻഡൈസ് എന്ന പ്രോപ്പർട്ടിയിലാണ് ഈ പ്രൊജക്ട് വരുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ, സ്പേസ് ആൻഡ് ഫങ്ഷനാലിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് അറ്റ്ലസ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹായ്, സോ മാമിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, മാമിനും ഫാമിലിയും? എൻ്റെ പേര് വിനീത. ഞാൻ വിമൻസ് കോളേജിൽ, ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ഹരികുമാർ, അദ്ദേഹം ബാംഗ്ലൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചീഫ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്ത് പേട്ടയിൽ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ അറ്റ്ലസിനെ കൊണ്ടാണ് ചെയ്യിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും മെയിനായിട്ട് ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഇങ്ങനെ പല ഓരോ ഇത് ചെയ്യുന്നവരുടെ എടുക്കുന്ന, അങ്ങനെയാണ് അറ്റ്ലസിൻ്റെ പേര് അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അറ്റ്ലസിൻ്റെ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കിന് ഇപ്പുറത്തുള്ള അവിടുത്തെ സ്റ്റുഡിയോ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമുക്കൊരു വിശ്വാസം വരും. കാരണം ഇതൊരു അത്ര വലുതായ ഒരു ഫ്ലാറ്റ് അല്ല. അപ്പോൾ ഈ ഫ്ലാറ്റിന് നമുക്ക് ഇൻറ്റീരിയർ ചെയ്തേ അതിനകത്ത് സ്പേസ് നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ. ഇൻറ്റീരിയർ മനോഹരമായിട്ട് സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടുങ്ങിപ്പോവും. അങ്ങനെയാണ് നമ്മൾ അറ്റ്ലസ് തന്നെ കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അവിടുത്തെ സ്റ്റുഡിയോ കൂടെ പോയി കണ്ടപ്പോഴേക്കും, ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ കണ്ടപ്പോഴേക്കും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കൊടുക്കാം, ഈ അറ്റ്ലസ് തന്നെ ഏൽപ്പിക്കാം എന്നൊരു ധാരണ വന്നത്. ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞ് ഫ്ലാറ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ് നമുക്ക് ആകെ, അല്ലേ? അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ചലഞ്ച്. അതായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ അല്ല താമസം, നമ്മൾ വട്ടിയൂർക്കാവിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആള് ഇവിടെ അല്ല ജോലി, നോക്കാൻ ആളില്ല. അവർ തന്നെ അറ്റ്ലസ് തന്നെ നിന്ന് അവർ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നോക്കാൻ വന്ന് പറയാനൊന്നും സമയം ഒന്നും ആർക്കും ഇല്ല. അവർ തന്നെ അവരുടെ ഇഷ്ടത്തിനെ ചെയ്തതാണ്. പിന്നെ ചിലതൊക്കെ നമ്മൾ വന്നിട്ട് 1-2 സജഷൻസ് പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. ഈ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡിലുള്ള തീം അല്ലെങ്കിൽ ഒരു ഐഡിയ എന്തുവായിരുന്നു? ഞങ്ങളുടെ തീം അനുസരിച്ചിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അറ്റ്ലസിൻ്റെ ടീമുമായിട്ട് 1-2 സിറ്റിംഗ് ഇരിക്കുകയും ഞങ്ങൾ പറഞ്ഞ ആ ഐഡിയ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ 2Dയിലും 3Dയിലും നമുക്ക് കിട്ടി. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറ്റ്ലസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു 3D ഞങ്ങൾക്ക് തന്നു. 3Dയിൽ എങ്ങനെ തന്നോ അതുപോലെ തന്നെയാണ് അറ്റ്ലസ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. വർക്ക് കഷ്ടപ്പെട്ടതെല്ലാം ഹസ്ബൻഡ് ആണെങ്കിലും കാഴ്ചപ്പാടുകളെല്ലാം എൻ്റെതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒന്ന് വേണ്ട നല്ല വെളിച്ചം വേണം. അപ്പോൾ വെളിച്ചം വരുന്ന രീതിയിലുള്ള കളർ ചൂസ് ചെയ്യണം എന്നുള്ള ഇൻറ്റീരിയർ ഉൾപ്പെടെ. സ്പേസ് നമുക്ക് കുറച്ച് നന്നായിട്ട് തോന്നണം, ഉള്ളതിനേക്കാൾ കൂടുതൽ സ്പേസ് നമുക്ക് വരുമ്പോൾ തോന്നണം. സ്റ്റോറേജ് നമ്മൾ ചെറിയ ഇതായതുകൊണ്ട്, പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ 4 പേര് ഉള്ള അല്ലെങ്കിൽ 4 കൂടുതൽ ആൾക്കാർ വരുമല്ലോ, അത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ഇപ്പം ഇന്ന് നോക്കുമ്പോഴും അറിയാം, ഞങ്ങളിവിടെ വന്നിട്ട് 1.5 മാസമായി, പക്ഷേ എല്ലാം വെക്കാനുള്ള കൃത്യമായ സൗകര്യമുണ്ട്. അറ്റ്ലസുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ടീമുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും അതൊക്കെ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും എക്സീഡ് ചെയ്തൊരു ഫാക്ടർ എന്തായിരിക്കും? ഈ അലമാരകൾ ചെയ്തിരിക്കുന്നത്, കബോർഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ മേശ ചേർത്ത് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കിട്ടാവുന്നതിൻ്റെ പരമാവധി സ്പേസ് അവരുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഞങ്ങളോട് ചോദിച്ച് പരമാവധി ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ അതും എല്ലാവരും ചോദിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ ഇത് ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കിച്ചൺ, ചെറിയ കിച്ചണാണ്. ആ കിച്ചനെ നല്ല രീതിയിൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. എന്നാൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ, ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം വെളിച്ചം, ഒരു ചെറിയ ലൈറ്റ് ഇട്ടാൽ പോലും, ഒരു ലൈറ്റും ഇല്ലെങ്കിലും പോലും എപ്പോഴും നിറഞ്ഞ് വെളുത്ത നിറത്തിലാണ് കിടക്കുന്നത്, ഇരുണ്ട നിറമല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ കിച്ചൺ ഉൾപ്പെടെ വൈറ്റ് കളറിൻ്റെ ഒരു ഇത് ഉണ്ട്. നല്ല എല്ലാവരും അത് ചോദിച്ചു. ഈ സ്റ്റോറേജിൻ്റെ അത് വന്നവരൊക്കെ ഒരുപാട് പേരൊന്നും ക്ഷണിച്ചിരുന്നില്ല. ക്ഷണിച്ചവരെല്ലാവരും ഈ ഒരു ഏരിയ ചോദിച്ചു, ഇത് ചോദിച്ചു, പിന്നെ കബോർഡുകൾ ചോദിച്ചു, പിന്നെ അടുക്കളയുടെ ഇത് എല്ലാവരും ചോദിച്ചിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കോ വല്ലതും അറ്റ്ലസ് അവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സജഷൻ എന്തായിരിക്കും? തീർച്ചയായിട്ടും അറ്റ്ലസ് ചൂസ് ചെയ്യാം. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ 100% അറ്റ്ലസിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ട്സിന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും.
അതിന് ഒരിതുമില്ല. ഒരു കാര്യം ക്വാളിറ്റി വർക്ക് ചെയ്യുന്നതിലും നന്നായി വർക്ക് ചെയ്ത് ടൈം ബൗണ്ടായിട്ട് ക്വാളിറ്റി വർക്ക് ചെയ്ത് ആഫ്റ്റർ സെയിൽ സർവീസ് തരുന്ന കാര്യത്തിൽ അറ്റ്ലസ് ട്രിവാൻഡ്രത്തെ ഒരു നമ്പർ 1 ഡിസൈനേഴ്സ് തന്നെയാണ്, ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ 100% ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. കുറച്ച് പേർക്ക് നമ്മളോട് ഓൾറെഡി കുറച്ച് പേർക്ക് ചോദിച്ചു ആരാണ് ഇൻറ്റീരിയർ ചെയ്തത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇനി ഒരു ഇതുപോലെയുള്ളൊരു അവസരം വന്നാൽ അറ്റ്ലസിനെ സമീപിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, എവിടെയാണ് ചെയ്തതെന്ന് ഒന്നുകൂടെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്.